ആത്മാവാം ദൈവമേ വരണേ. 19-ാം തീയതി സഭ നമ്മുടെ വിചിന്തനത്തിനു വേണ്ടി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. ഈശോയുടെ ശിഷ്യനാവുക എങ്ങനെയാണ്? ഈശോ വളരെ വ്യക്തമാക്കി പറയുന്നുണ്ട്, നിന്റെ അനുദിന ജീവിതത്തിലെ കുരിശുകളുമെടുത്ത നീ എൻ്റെ പിന്നാലെ വരിക. ക്രിസ്തീയമായ ഒരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനി ആകുന്നുണ്ടാകാം. അതുകൊണ്ട് യേശുവിൻ്റെ ശിഷ്യനാകണമെന്ന് നിർബന്ധമില്ല. ശിഷ്യൻ യേശു നടന്ന വഴിയിലൂടെ നടക്കുന്നു, യേശു ചിന്തിച്ചതുപോലെ ചിന്തിക്കുന്നു, യേശു പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ ശിഷ്യരാണോ നമ്മളെന്ന ഒരു വലിയ ചോദ്യം ഈശോ ഇന്ന് നമ്മുടെ മുൻപിൽ ചോദിക്കുന്നുണ്ട്. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു, അവിടുന്ന് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ എന്നെ പ്രതി എന്തെല്ലാമാണ് പരിത്യജിക്കുക. നിങ്ങൾ പരിത്യജിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അവകാശബോധം ഇല്ലാതെ നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന്. ഒന്നിനെക്കുറിച്ചും നമ്മൾ അവകാശവാദം ഉന്നയിക്കാൻ പാടില്ല. ഈ അവകാശബോധമില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് എളുപ്പമായ ഒരു വഴിയല്ല. ഇത് പ്രയാസമേറിയ ഒരു വഴിയാണ്. അവിടുന്ന് അതാണ് ഈശോ ഇവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, പരിത്യജിക്കുക എന്ന വാക്കുകൊണ്ട്. 22-ാം സങ്കീർത്തനം നമ്മൾ എപ്പോഴും വായിച്ചു കേട്ടുള്ള ഒരു ഭാഗമാണ്. നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയല്ലേ, അതിൻ്റെ ആരംഭത്തിൽ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് തുടങ്ങുന്ന ആ സങ്കീർത്തനത്തിൻ്റെ 14-ാം വാക്യം വളരെ ശ്രദ്ധേയമാണ്. ആ വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഒഴിച്ചു കളഞ്ഞ വെള്ളം പോലെയാണ് ഞാനെന്ന്. ഒഴിച്ചു കളഞ്ഞ വെള്ളം പോലെയാണ് ഞാനെന്ന് ഒരു അവകാശവാദവും ഞാൻ ഉന്നയിക്കുന്നില്ല. അതാണ് ഈശോ പരിത്യജിക്കുന്നതിനെക്കുറിച്ച് നമ്മളെ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത്. അവിടുന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്ന് ഈശോ നമ്മോട് പറയുന്നു, കുരിശെടുക്കണമെന്ന്. കുരിശെടുത്തുകൊണ്ട് നമ്മൾ അനുദിന ജീവിതത്തിലെ കുരിശെടുത്തുകൊണ്ട് അവനെ അനുഗമിക്കുവാനായിട്ട് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. കുരിശ് മരണം എന്ന് പറയുന്നത് നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനും ആഗ്രഹിക്കാത്ത ഒരു മരണമായിരുന്നത്. കുരിശ് മരണം ഏറ്റവും അപമാനകരമായിട്ടുള്ള ഒരു മരണമായിരുന്നു അത്. ഈശോ പറയുന്നു, നിന്റെ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ നീ വരണം, എങ്കിലേ നിനക്കെൻ്റെ ശിഷ്യനാകുവാനായിട്ട് സാധിക്കുള്ളൂ എന്ന്. ഈശോ വീണ്ടും പറയുന്നു, എന്നെ പ്രതി സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുമെന്ന്. ഇവിടെ ഈ നഷ്ടപ്പെടുത്തൽ എന്ന് പറയുന്നത് നിത്യജീവനെ കുറിച്ചാണ്. കൊടിയ മതപീഡനങ്ങളുണ്ടാകും. ആ മതപീഡനത്തിൻ്റെ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവന് വേണ്ടി എന്നെ തള്ളിപ്പറഞ്ഞാൽ നിങ്ങൾക്ക് നിത്യമായൊരു ജീവിതം നഷ്ടപ്പെടുമെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ഇവിടെയുണ്ട്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ലോകത്തെയും ലോകവസ്തുക്കളെയും നിങ്ങൾ സ്നേഹിക്കരുത്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനമെന്നല്ലേ ഈശോ നമ്മളോട് ചോദിക്കുന്നത്. ധനവാന്റെ ഉപമയിൽ നമ്മൾ കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിച്ച മനുഷ്യനെ കുറിച്ച് സുവിശേഷം വിളിക്കുന്നത് ഭോഷൻ എന്നാണ്. ഈ ഭോഷനായൊരു മനുഷ്യൻ ഈ ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും അവൻ അനുഭവിച്ച കഴിഞ്ഞവനെ ദൈവത്തിൻ്റെ വചനം വിളിക്കുന്നു ഭോഷ എന്ന. നമ്മൾ ഈ ഒരു നൊയമ്പ് കാലഘട്ടത്തിൽ ആയിരിക്കുമ്പോൾ
ഈശോ പറയുകയാണ് നമ്മളോട്, നിങ്ങൾ എൻ്റെ ശിഷ്യരാകണമെങ്കിൽ നിങ്ങൾ എൻ്റെ മാർഗത്തിലൂടെ നിങ്ങൾ കടന്നു വരണം. ഞാൻ ചിന്തിച്ചതുപോലെ നിങ്ങൾ ചിന്തിക്കണം. ഞാൻ പ്രവർത്തിച്ചതുപോലെ നിങ്ങൾ പ്രവർത്തിക്കണം. ഞാൻ നടന്നുപോയ വഴിയിലൂടെ നിങ്ങൾ നടക്കുമ്പോഴാണ് നീ എൻ്റെ ശിഷ്യനാവുക. ക്രിസ്ത്യാനിയാകാൻ എളുപ്പമാണ്, യേശുവിൻ്റെ ശിഷ്യനാകാനായിട്ട് വളരെ പ്രയാസമാണ്. നമുക്ക് ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു ചിന്താരീതിയിലേക്ക് ഒരു ശിഷ്യൻ വളരുമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്നേ ദിനത്തിൻ്റെ എല്ലാ ദൈവീകമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.